എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 19-1 മുതൽ 3 വരെ. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ടു. യോർദാനക്കരെ യഹൂദ്യ ദേശത്തിൻ്റെ അതിരോളം ചെന്നു. വളരെ പുരുഷാരം അവനെ പിൻചെന്നു. അവൻ അവിടെ വച്ച് അവരെ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മത്തായി 18-ാം അധ്യായത്തിൻ്റെ സിംഹഭാഗത്തും ക്ഷമയെക്കുറിച്ചും സഹനതയെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ കർത്താവ് സംസാരിക്കുന്നു. ഒരു സാദൃശ്യം പറഞ്ഞുകൊണ്ടാണ് 18-ാം അധ്യായം അവസാനിപ്പിക്കുന്നത്. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും എന്ന് ഒരു തരത്തിൽ ഭയമുളവാക്കുന്ന ഒരു പ്രസ്താവന നടത്തിയാണ് 18-ാം അധ്യായം മത്തായി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ വചനങ്ങളെ പറഞ്ഞ് തീർന്നിട്ട് യേശു ഗലീല വിട്ടു. 2 തരത്തിലുള്ള മിനിസ്ട്രിയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പഠിതാക്കൾ വ്യാഖ്യാനിക്കുന്നത്. ഒന്ന് ഗലീലിയൻ മിനിസ്ട്രിയും മറ്റൊന്ന് യെരുശലേം മിനിസ്ട്രിയുമാണ്. ഈ ഗലീല മിനിസ്ട്രിയിൽ ഏറെക്കുറെ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ജനസമൂഹമായിരുന്നു. എന്നാൽ യെരുശലേം മിനിസ്ട്രിയിൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയും ഉപദേശങ്ങളെയും തിരസ്കരിക്കുന്ന ആളുകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഗലീല യഹൂദൻ്റെ മതബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുതരം തള്ളപ്പെട്ട, അംഗീകരിക്കപ്പെടാത്ത, താഴ്ന്ന നിലയിലുള്ള ആളുകൾ വസിച്ച ഒരിടമായി തന്നെയാണ് കരുതി വന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിനെ ഗലീലക്കാരൻ എന്ന് കൂടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ 19-ാം അധ്യായം രാജ്യവും പ്രകൃതിയുമായി എപ്രകാരം ബന്ധപ്പെടുമെന്നുള്ള ദിവ്യമായ ക്രമത്തെ കാണിക്കുന്നുണ്ട്. രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ വ്യവസ്ഥ 18-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രകൃതിയിൽ കാണുന്ന വ്യവസ്ഥകളിൻ പ്രകാരം രാജ്യപ്രവേശനം നടത്തുന്ന ഒരുവൻ എപ്രകാരം അത് സാധിക്കുന്നു? 19-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ ഇപ്രകാരമാണ്. അപ്പോൾ യേശു ഗലീല വിട്ട് യോർദാൻ അക്കരെ യഹൂദദേശത്തിൻ്റെ അതിരോളം ചെന്നു. വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അവൻ അവിടെ വച്ച് അവരെ സൗഖ്യമാക്കി. കർത്താവിൻ്റെ യാത്രകളിലെല്ലാം അനുഗമിക്കുന്ന ഒരു പക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശവും ആഗ്രഹവും ഏതെങ്കിലും തരത്തിലുള്ള സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ യഹൂദ ദേശത്തിൻ്റെ അതിരിൽ തന്നെ പിൻപറ്റിയ ആളുകളും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുമൊക്കെ സൗഖ്യം നൽകി എന്ന് കാണുന്നു. ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് സൗഖ്യദായക ശുശ്രൂഷ. അപ്പോൾ 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് റബിമാരുടെ ഉപദേശം കർത്താവുമായി ചർച്ച ചെയ്ത് അവനെ തോൽപ്പിക്കാൻ പരീക്ഷപക്ഷം ശ്രമിക്കുന്നു. അതിൻ്റെ വിപരീത വശം ഉന്നയിച്ച് കർത്താവിനെ പരീക്ഷിക്കാനാണ് പരിശ്രമിക്കുന്നത്. ഏത് കാര്യം ചൊല്ലിയും ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്നായിരുന്നു ചോദ്യം. ഇങ്ങനെ പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയാത്ത നിരവധി ചോദ്യങ്ങൾ കർത്താവിനോട് പരസ്യമായി പരീശന്മാർ ചോദിക്കുന്നുണ്ട്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്നൊരു ചോദ്യം മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണും.
വിവാഹമോചനത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഐക്യരൂപ്യം ഉണ്ടായിരുന്നില്ല. വിവാഹം വിശുദ്ധമായി കരുതപ്പെട്ടിരുന്നു. യഹൂദന്മാർക്കുണ്ടായിരുന്നതിലുപരിയായ ഒരു വിവാഹ പ്രമാണം ലോകത്തിൽ മറ്റാർക്കും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നുമില്ല. ന്യായപ്രമാണ പഠനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതൊഴിച്ച് ഏതെങ്കിലും കാരണത്താൽ 20 വയസ്സിന് ശേഷം അവിവാഹിതനായി ജീവിക്കാൻ സാമൂഹ്യ വ്യവസ്ഥിതി അനുവദിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്താൽ വർദ്ധിച്ചു വരികാനുള്ള ദൈവിക കൽപ്പനയുടെ ഒരു ധ്വംസനമായി അതിനെ കണക്കാക്കുമായിരുന്നു. മക്കളില്ലാത്തവൻ സ്വന്തം ഐശ്വര്യത്തിന് തടസ്സക്കാരനാണെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. അലക്ഷ്യമായി വിവാഹം നടത്താൻ പാടില്ല. നല്ല മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെടുന്ന ഒരു കന്യകയെ അല്ലാതെ ഒരടിമയെയോ വേശ്യയെയോ വിവാഹം കഴിക്കുന്നത് വിലക്കപ്പെട്ടിരുന്നു. ഒരാൾ തൻ്റെ ഭാര്യയെക്കുറിച്ച് തെളിവില്ലാതെ അകാരണമായി അപവാദം പറഞ്ഞ് പരിത്യജിക്കാനും പാടില്ലായിരുന്നു. അകാരണമായി ഭാര്യയുടെ പേരിൽ അപവാദം പറയുന്നവനെ കുറെ 40 അടി അടിപ്പിക്കാമായിരുന്നു. അല്ലാത്ത പക്ഷം കന്യകയുടെ പിതാവിന് 50 ശേക്കൽ കൊടുക്കണമെന്ന് എന്നുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. അവൾ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അവൾ ഒരു പുരോഹിതന്റെ മകളെങ്കിൽ അവളെ ജീവനോടെ തീയിലിട്ട് ചുട്ട് കളയണമായിരുന്നു. ഇതൊക്കെ മോശയുടെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതമായി ചിലത് ശരിയായും ചിലത് തെറ്റായും ഒക്കെ വ്യാഖ്യാനിച്ച് ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുത്തിയിരിക്കുന്ന പരീശന്മാർ യേശുവിനെ കുടുക്കാൻ ഈ ഒരു തന്ത്രം മെനഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ എല്ലാ ഭാഗത്തും അതിനെ രൂക്ഷമായി അനാരോഗ്യകരമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത പരീശപക്ഷം ഇവിടെയും അതിന് തന്നെ തുനിയുന്നു. എന്നാൽ കർത്താവ് ബുദ്ധിപൂർവമായി അതിനെ സമീപിക്കുന്നതാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഏതെങ്കിലും തരത്തിൽ ദൈവിക പ്രമാണങ്ങളെയോ കർത്താവിൻ്റെ കൽപ്പനകളെയോ പരീക്ഷിക്കുന്നതിന് വേണ്ടിയല്ല. നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരവും ദൈവരാജ്യ വ്യവസ്ഥിതികൾ പ്രകാരവും ചിട്ടപ്പെടുത്തുന്നതിനും നന്നാക്കുന്നതിനുമാണ്. ആ ഒരു വചനം നമ്മെ ശുദ്ധീകരിക്കുകയും പുതുക്കുകയും ചെയ്യും. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, പുതിയ പ്രഭാതം ദാനമായി നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവികമായ നിലപാടുകളിൽ ഉറച്ചു നിൽപ്പാനും ദൈവവചനത്തെ വളരെ പോസിറ്റീവായി അംഗീകരിപ്പാനും ഉൾക്കൊള്ളുവാനുമൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മത വിശ്വാസ സാമൂഹിക രാഷ്ട്രീയ ജീവിത പരിസരങ്ങളിലെല്ലാം കർത്താവിൻ്റെ ഉപദേശം മുറുകെ പിടിക്കാൻ ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. യേശുമശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.